കുട്ടികൾ ഷൂ ഇല്ലാതെ പന്ത് കളിക്കുന്നത് കണ്ട ഇവൻ ഒരു ഷൂ കട തുടങ്ങി. പക്ഷെ 2 മാസമായിട്ടും ഒരു ജോഡി ഷൂസ് മാത്രമാണ് വിറ്റുപോയത്. തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ അദ്ദേഹം കുട്ടികൾക്ക് സൗജന്യമായി ഷൂസ് നൽകി. കളി കഴിഞ്ഞതോടെ അവർക്ക് ആ ഷൂസുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് വാങ്ങാൻ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. അതുകൊണ്ട് 1 രൂപ വീതം 60 ദിവസം കൊണ്ട് അടച്ചു തീർക്കാൻ അദ്ദേഹം ഒരു വഴി പറഞ്ഞു. കുട്ടികൾ പല വഴികളിലൂടെ പണം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അടവ് പൂർത്തിയാക്കാൻ കഴിയാതെ ഒടുവിൽ ഷൂസ് തിരികെ നൽകി. അതുകണ്ട് അദ്ദേഹം കാലാവധി നീട്ടി നൽകാൻ തയ്യാറായി. എന്നാൽ തൊട്ടടുത്ത ദിവസം കളിസ്ഥലം മറ്റൊരു സംഘം കയ്യേറിയെന്ന് പറഞ്ഞ് കുട്ടികൾ വീണ്ടും ഷൂസ് മടക്കി തന്നു. ദേഷ്യം വന്ന അദ്ദേഹം ഒരു ഫുട്ബോൾ മത്സരത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന് അവരോട് പറഞ്ഞു. ജയിച്ചാൽ സ്ഥലം അവർക്ക് സ്വന്തം. അങ്ങനെ ഈസ്റ്റ് തിമോറിലെ ആ കുട്ടികളെ വെച്ച് അദ്ദേഹം ഒരു ടീമുണ്ടാക്കി അതിന്റെ കോച്ചായി മാറി. അവർ ദിവസവും കഠിനമായി പരിശീലിച്ചു. മത്സര ദിവസം എതിർ ടീം ആദ്യം ഗോളടിച്ചെങ്കിലും നമ്മുടെ കുട്ടികൾ മനോഹരമായ ഒരു വോളിയിലൂടെ സമനില പിടിക്കുകയും കളി അവസാനിക്കാറായപ്പോൾ ഒരു ഗോൾ കൂടി നേടി വിജയിക്കുകയും ചെയ്തു. അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ കോച്ച് ജീവിതം തന്നെ മാറ്റാൻ സഹായിക്കുന്ന ഒരു രാജ്യാന്തര ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കാൻ അവരെ ജപ്പാനിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷേ യാത്രയ്ക്കുള്ള പണമില്ലായിരുന്നു. സ്പോർട്സ് വകുപ്പ് ടൂർണമെന്റിനുള്ള അനുമതിയും നിഷേധിച്ചു. നിരാശയോടെ മടങ്ങിയെത്തിയ അദ്ദേഹം കുട്ടികൾ തമ്മിൽ വഴക്കിടുന്നത് കണ്ട് സഹികെട്ട് ടീം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. കടപൂട്ടി അദ്ദേഹം തിരികെ ദക്ഷിണ കൊറിയയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. തങ്ങളെ വിട്ടുപോകരുതെന്നും തുടർന്നും കോച്ചായിരിക്കണമെന്നും അവർ കരഞ്ഞു പറഞ്ഞു. അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷ കണ്ട് കണ്ണു നിറഞ്ഞ അദ്ദേഹം ആ കുട്ടികളുടെ ഫുട്ബോൾ സ്വപ്നം സഫലമാക്കാൻ അവർക്കൊപ്പം അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു.